അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് ചെറിയൊരു കറിയാണ്, അതായത് എഗ് പൊട്ടറ്റോ മസാല. ഇത് അപ്പം, ചപ്പാത്തി, ഇടിയപ്പം ഇതിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. പ്രത്യേകിച്ച് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി. അപ്പം ഇന്ന് ഞാനിവിടെ അപ്പമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് അത്ര വലിയ പാടൊന്നുമില്ല ഇത് ഉണ്ടാക്കാൻ. കാരണം ഇതൊരു കറിയാണല്ലോ, നമുക്ക് അത്രയും ഇൻഗ്രീഡിയൻസ് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഈ കറി ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ അധികം പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ഒരു കുഞ്ഞ് നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിടുവാണെങ്കിൽ, അതായത് അത് ഇനേബിൾ ചെയ്തിടുവാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. പിന്നെ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്യണം കേട്ടോ എൻ്റെ വീഡിയോസും എൻ്റെ ചാനലും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എഗ് പൊട്ടറ്റോ മസാല തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് എഗ് പൊട്ടറ്റോ മസാല ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത്രയും ഐറ്റങ്ങളാണ്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇതൊരു 3 സവോള നീളത്തിൽ കട്ട് ചെയ്തത്, ഒരു വലിയ തക്കാളി നീളത്തിൽ കട്ട് ചെയ്തത്, പിന്നെ ഇതൊരു 3 പച്ചമുളക്, അതും നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 പൊട്ടറ്റോ ഞാൻ കട്ട് ചെയ്ത് വേവിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു 4 മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അത് ഞാൻ പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതൊരു 1 കപ്പ് തേങ്ങാപ്പാൽ, പിന്നെ ഇത് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി പൊടികൾ ഏതൊക്കെയാണെന്ന് പറയാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഉലുവ. ഇത്രയും ഐറ്റങ്ങളാണ് നമുക്ക് എഗ് പൊട്ടറ്റോ മസാല ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇനി നമ്മൾക്ക് കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പാത്രം, ഇവിടെ ഞാൻ ഒരു കടായിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഉലുവ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. കറക്റ്റ് 1/4 ടീസ്പൂൺ ഉലുവയാണ് കേട്ടോ. ഈ ഉലുവയൊന്നും പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലോട്ട് നമുക്ക് സവോളയും ഇഞ്ചിയും പച്ചമുളകും ആഡ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉലുവയുടെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് സവോള ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി പച്ചമുളക് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചിയും കൂടെ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവോള പെട്ടെന്ന് വഴണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ശകലം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി അങ്ങ് വഴറ്റണ്ട, ഇത് ജസ്റ്റ് ഒന്ന് കളർ മാറുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അതുവരെ ഒന്ന് വഴറ്റിയാൽ മതി. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഇവിടെ കളർ മാറി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ പൊടികളും കൂടെ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ആദ്യം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കറക്റ്റ് 2 ടേബിൾ സ്പൂൺ ആണേ. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. എന്നിട്ട് ഈ പൊടികളെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഇത് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പൊടികൾ എപ്പോഴും വഴറ്റാനായിട്ട്. ഈ കറികളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇത് ആദ്യമേ തന്നെ എല്ലാ കാര്യങ്ങളും കട്ട് ചെയ്തും എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൂട്ടുന്നതിന് വലിയ സമയമില്ല. എളുപ്പത്തിൽ അങ്ങ് നമുക്ക് കറിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറക്റ്റ് ഒരു തക്കാളി നീളത്തിൽ കട്ട് ചെയ്തിരിക്കുകയാണ്, അത് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളി കൂടിയിട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തക്കാളി പേസ്റ്റ് പോലെ ആവണ്ട, ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ ചെറുതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കറക്റ്റ് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1/4 കപ്പ് എന്ന് പറയുമ്പം എൻ്റെ കപ്പ് കറക്റ്റ് ഇതൊരു 60 മില്ലിയുടെ കപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇല്ലേ, കിഴങ്ങ്, അത് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് കിഴങ്ങും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഈ കിഴങ്ങിട്ട് കൊടുത്തിട്ട് കറക്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കിഴങ്ങിട്ടിട്ട് കറക്റ്റ് ഒരു 2 മിനിറ്റ് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഈ മുട്ടയുടെ കൂട്ടത്തിൽ തന്നെ കറക്റ്റ് 1 കപ്പ് തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ നേരത്തെ സവോള വഴറ്റിയ സമയത്ത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പിൻ്റെ ലെവലൊന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിൽ ഉപ്പിൻ്റെ അളവൊന്ന് നോക്കട്ടെ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ കറക്റ്റ് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ മസാലയൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കങ്ങ് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ കറി ഇവിടെ റെഡിയായിട്ട് വന്നിരിക്കുവാണ്. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് വേറൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒരു കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനി വേറൊരു റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെ ജിൻസി. താങ്ക് യു.